നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കയ്യേറ്റം തടയാൻ സർക്കാർ. അനധികൃത ഭൂമി കയ്യേറ്റത്തിൽ നിലപാടാവർത്തിച്ച് മുഖ്യമന്ത്രി. കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. എന്നാൽ കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഇടുക്കിയിൽ നടന്ന പട്ടയ വിതരണത്തിനിടെ പിണറായി വിജയൻ. കള്ളവിധിയിലൂടെ കയ്യേറ്റത്തിന് പുറപ്പെട്ടാൽ സർക്കാർ കൂട്ടുനിൽക്കില്ല. സർക്കാർ ഭൂമി കയ്യേറിയവർ അത് തിരിച്ചു നൽകുന്നതാണ് നല്ലത്. പട്ടയ വിതരണത്തിനുള്ള എല്ലാ രേഖകളും തയ്യാറാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. 2 വർഷത്തിനുള്ളിൽ അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം നൽകുമെന്നും മുഖ്യമന്ത്രി. മറ നീങ്ങിയ തനിനിറം. തലസ്ഥാനത്ത് പീഡന ശ്രമത്തിനിടെ യുവതിയുടെ ആക്രമണത്തിൽ ജനനേന്ദ്രിയം ഛേദിക്കപ്പെട്ട സന്യാസി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായും പരാതി. പലതവണയായി സ്വാമി 40 ലക്ഷം രൂപ തട്ടിച്ചതായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. ഇയാൾ പല സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും വിവരം. അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഗംഗേശാനന്ദ തീർത്ഥപാദരെ അടുത്ത മാസം 3 വരെ റിമാൻഡ് ചെയ്തു. ഇയാളെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റാനുള്ള പോലീസ് അപേക്ഷ ചികിത്സ പൂർത്തിയായ ശേഷം പരിഗണിക്കാമെന്ന് ജില്ലാ മജിസ്ട്രേറ്റ്. വീഴ്ച വിലയിരുത്തി പ്രതിപക്ഷം. മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞ ഭരണ നേട്ടങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ്. ഇടതു സർക്കാർ അഴിമതി തുടച്ചു നീക്കിയെന്ന വാദം അടിസ്ഥാനരഹിതം. EP ജയരാജൻ രാജിവെച്ചത് എന്തിന്റെ പേരിലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. LDF സർക്കാരിന്റെ 1 വർഷത്തിനിടെ ഒരു വികസനവും നടന്നിട്ടില്ലെന്നും ആക്ഷേപം. ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിച്ചെന്ന് അവകാശപ്പെടുന്ന സർക്കാർ 3 ലക്ഷം പേരുടെ പെൻഷൻ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. കശുവണ്ടി മേഖല പുനരുജ്ജീവിപ്പിച്ചെന്ന അവകാശവാദവും തെറ്റ്. സംസ്ഥാനത്ത് 700-ലധികം കശുവണ്ടി ഫാക്ടറികൾ ഇപ്പോഴും പൂട്ടിക്കിടക്കുന്നതായി രമേശ് ചെന്നിത്തല. എന്തിനും ഒറ്റമൂലിയായി പിണറായി സർക്കാർ പറയുന്ന കിഫ്ബി വെറും ഉണ്ടയില്ല വെടി. മന്ത്രിമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കാൻ പോലും പിണറായിക്ക് കഴിയുന്നില്ല. കൂട്ടുത്തരവാദിത്തം നഷ്ടമായ സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നെന്നും എല്ലാ അധികാരങ്ങളും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചെന്നും രമേശ്. സ്രാവുകളുടെ കഥ പറഞ്ഞു. രാഷ്ട്രീയ ഉന്നതർക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. മാണിക്കും ബാബുവിനുമെതിരായ കേസുകളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് യോജിപ്പെന്നും ആഭ്യന്തരമന്ത്രിയായിരിക്കെ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ലെന്നും വിശദീകരണം. വിജിലൻസ് ഡയറക്ടറായി ശങ്കർ റെഡ്ഡിയെ നിയമിച്ചത് നടപടിക്രമങ്ങൾ പാലിക്കാതെ. തന്നെ ജനവിരുദ്ധനാക്കി ചിത്രീകരിക്കാൻ ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ചു. സപ്ലൈകോ അഴിമതി കേസ് ആരോപണ വിധേയരും CBIയും ചേർന്ന് അട്ടിമറിച്ചു. അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിച്ച തന്നെ സ്ഥലം മാറ്റിയെന്നും ജേക്കബ് തോമസ്. IPS ഉദ്യോഗസ്ഥന്റെ തുറന്നുപറച്ചിൽ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന തന്റെ ആത്മകഥയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കണമെന്നും വൈദ്യുതി മന്ത്രി എന്ന നിലയിൽ കഴിവ് തെളിയിച്ച പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നതായും ജേക്കബ് തോമസ്. കുട്ടി ക്രിക്കറ്റിൽ കലാശപ്പോര്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് കലാശപ്പോര്. ഹൈദരാബാദിൽ നടക്കുന്ന ഫൈനലിൽ മുംബൈ ഇന്ത്യൻസ് പൂനെ സൂപ്പർ ജയൻസിനെ നേരിടും. ഇതുവരെ 5 തവണ ഇരുവരും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ 4 തവണയും ജയം പൂനെയ്ക്കൊപ്പം. മത്സരം രാത്രി 8-ന്. 3ാം കിരീടം തേടിയിറങ്ങുന്ന മുംബൈക്ക് കരുത്തായി ബാറ്റിംഗ് നിരയിൽ ലണ്ടൻ സിമ്മോൺസും ബൌളിംഗിൽ മിച്ചൽ ജോൺസണും മികച്ച ഫോമിൽ. 2ാം IPL സീസൺ കളിക്കുന്ന പൂനെയ്ക്ക് ക്യാപ്റ്റൻ സ്റ്റീവൻ സ്മിത്തും ജയദേവ് ഉനത്കട്ടും തുറുപ്പുചീട്ട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.